ഹായ് മക്കളെ, ഫൈസൽ സാറാണ്. നമ്മുടെ സോഷ്യൽ സയൻസിൻ്റെ ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടുണ്ട്. സോഷ്യൽ സയൻസിലേക്ക് നമ്മൾ ആലോചിച്ച് നോക്കുന്ന സമയത്ത് എക്കണോമിക്സ് ഉണ്ട്, പൊളിറ്റിക്സ് ഉണ്ട്, ജിയോഗ്രഫി ഉണ്ട്, ഹിസ്റ്ററി ഉണ്ട്. അങ്ങനെ 4 ഭാഗങ്ങളായിട്ടാണ് നമ്മൾ ആക്ച്വലി പഠിക്കാറുള്ളത്. പക്ഷേ അതെല്ലാം തന്നെ 80 മാർക്കിൻ്റെ ഒരൊറ്റ ക്വസ്റ്റ്യൻ പേപ്പറിലേക്കാണ് വരിക. അപ്പോൾ നമ്മൾ ഓരോ ഭാഗങ്ങളിലേക്ക്, ഇപ്പോൾ ജിയോഗ്രഫിയിലേക്ക് അല്ലെങ്കിൽ ഹിസ്റ്ററിയിലേക്ക് അല്ലെങ്കിൽ എക്കണോമിക്സിലേക്ക് അല്ലെങ്കിൽ പൊളിറ്റിക്സിലേക്ക് നമ്മൾ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു ഏരിയ ഡിസ്കസ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ ആദ്യം തന്നെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ടോട്ടൽ ഒരു ഫ്ലോ ചാർട്ട് അല്ലെങ്കിൽ ആ ഒരു ടോട്ടൽ ഒരു ഔട്ട്കം നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, നോക്കേണ്ടതുണ്ട്. ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ എങ്ങനെയാണ്, അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഏറ്റവും ചേഞ്ചസ് വന്നിട്ടുള്ളത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. നമുക്കറിയാം 80 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിന് 6 സെഷനുകളാക്കിയിട്ട് മാറ്റിയിട്ടുണ്ടെന്നുള്ള 6 സെക്ഷനുകളിലായിട്ടാണ് ABCDEF എന്ന് പറയുന്ന 6 സെക്ഷനുകളായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, മാറ്റിയിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് സെഷൻ സാധാരണ പോലെ തന്നെ MCQ ക്വസ്റ്റ്യനുകളാണ്. 1 മുതൽ 20 വരെയുള്ള ചോദ്യങ്ങൾ MCQ ക്വസ്റ്റ്യനുകളാണ്. അവിടെ നമുക്കറിയാം 1 മാർക്കിന്റെ ക്വസ്റ്റ്യനുകളായിരിക്കും. പക്ഷേ അവിടെ പിക്ചറൈസ്ഡ് ക്വസ്റ്റ്യനുകൾ വന്നിട്ടുണ്ട്, ടേബിൾ ക്വസ്റ്റ്യനുകൾ വന്നിട്ടുണ്ട്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനുകളുണ്ട്, അസർട്ടേഷൻ ക്വസ്റ്റ്യനുകൾ, എന്ന് വെച്ചാൽ വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യനുകളാണ് നിങ്ങൾക്ക് അവിടെ ഉള്ളത്. അതിലും പല ക്വസ്റ്റ്യനുകളും നിങ്ങൾ എടുത്തു നോക്കുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോകൾ, ഇപ്പോൾ എക്കണോമിക്സിൻ്റെ വേറെ, പൊളിറ്റിക്സിൻ്റെ വേറെ, ജിയോഗ്രഫിയുടെ വേറെ ഒക്കെ സെപ്പറേറ്റ് വീഡിയോകൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ മുമ്പിലേക്ക് വരുന്നുണ്ട്. അതിൽ ഓരോന്നും നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് ചില ക്വസ്റ്റ്യനുകളൊക്കെ ഉണ്ട് MCQ ഭയങ്കരമായിട്ട് ടഫായിട്ടുള്ള, ഇത്രയും കാലമായിട്ട് ചോദിക്കാത്ത പല പാറ്റേൺ ക്വസ്റ്റ്യനുകളൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ടതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് അങ്ങോട്ട് എന്ത് ചെയ്യുന്നു, 21 മുതൽ 24 വരെയുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത് 2 മാർക്കിന്റെ ക്വസ്റ്റ്യനുകളാണ്. അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, ഇന്ത്യൻ ചോയ്സ് ഓരോ ക്വസ്റ്റ്യനുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ട്. കൂടാതെ 25 മുതൽ 29 വരെയുള്ള ചോദ്യങ്ങൾ 3 മാർക്കിന്റെ ക്വസ്റ്റ്യനുകളാണ്. അവിടെ അത് 2 ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യനുകളാണ് വരുന്നത്. അവിടെ നിങ്ങൾക്ക് ഇന്ത്യൻ ചോയ്സുകൾ ഓരോന്നും എന്ത് ചെയ്തിട്ടുണ്ട്, തരുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ ലോങ് ആൻസർ ക്വസ്റ്റ്യനുകളിലേക്ക് വരുന്ന സമയത്ത് 30 മുതൽ 33 വരെയുള്ള ലോങ് ആൻസർ ക്വസ്റ്റ്യനുകൾ, അവിടെ അതൊരു ലോങ് ആൻസർ ആണ്. അതുകൊണ്ട് തന്നെ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അവിടെ എല്ലാത്തിനും ഇന്ത്യൻ ഓപ്ഷനുകൾ തന്നിട്ടുണ്ട്. ഇന്ത്യൻ ചോയ്സുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ ക്വസ്റ്റ്യനുകളും ഉണ്ട് ലോങ് ആൻസറിന്റെ കാര്യത്തിൽ. അത് നിങ്ങൾക്കും എല്ലാം കൊണ്ടും ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നിങ്ങളുടെ മുമ്പിൽ എഴുതാനുള്ള ചാൻസസ് കൂടുകയാണ്. നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അറിയാവുന്ന ഉത്തരം ഏതാണോ അതിലേക്ക് നിങ്ങൾക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ്. അത് വളരെ നല്ലതായിട്ടുള്ള കാര്യമാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കേസ് സ്റ്റഡികൾ 3 കേസ് സ്റ്റഡികളാണുള്ളത്. 4 മാർക്കിന്റെ 3 കേസ് സ്റ്റഡികൾ 12 മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അവിടെ സ്കോർ ചെയ്യാൻ പറ്റും. കേസ് സ്റ്റഡികൾ കമ്പാരിറ്റീവ്ലി നോക്കിയെടുത്തോളം ഒരു ക്വസ്റ്റ്യൻ നല്ല ടഫാണ്, ബാക്കിയുള്ള 2 ഒരു ആവറേജ് ലെവലിൽ ക്വസ്റ്റ്യൻ ആണ്. അത് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനത്തെ ഭാഗം, ഇവിടെയാണ് സോഷ്യൽ സയൻസ് എന്ന് പറയുന്ന വിഷയത്തിന്റെ കാര്യത്തിൽ നിങ്ങളെല്ലാം ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് മാപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഏറ്റവും അവസാനത്തെ 37th ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ മാപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അതിൽ ജിയോഗ്രഫിയിൽ നിന്നും ഹിസ്റ്ററിയിൽ നിന്നും സെപ്പറേറ്റ് ചെയ്തിട്ട് എത്ര മാർക്കിനാണെന്ന് കൃത്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. നമ്മുടെ ജിയോഗ്രഫിയുടെ കാര്യത്തിലാണെങ്കിൽ 3 മാർക്കിന്റെ ക്വസ്റ്റ്യനുകൾ ഉണ്ടായിരിക്കും, ഹിസ്റ്ററിയുടെ കാര്യത്തിലാണെങ്കിൽ 2 മാർക്കിന്റെ ക്വസ്റ്റ്യനുകൾ ഉണ്ടായിരിക്കും. പക്ഷേ അത് അത്യാവശ്യം ടഫ് തന്നെയാണ്. പരീക്ഷയ്ക്ക് നമ്മൾ വളരെ കൃത്യമായിട്ട് പഠിച്ചാൽ മാത്രമേ അവിടേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു പാറ്റേൺ ഒക്കെ അവൈലബിൾ ആയി, പാറ്റേൺ ഒക്കെ കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇനി ഓരോ ക്വസ്റ്റ്യനുകളും എടുത്തിട്ട് നമ്മൾ അതിനെക്കുറിച്ച് ഒന്ന് വർക്കൗട്ട് ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾ കൃത്യമായിട്ട് ഓരോ ക്വസ്റ്റ്യനുകളും എടുത്തു നോക്കാം, അതിന് ആൻസറുകൾ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് ഒരു പ്രാവശ്യം വായിച്ചു നോക്കേണ്ടതുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് ഓരോന്നിൻ്റെയും എക്കണോമിക്സിൻ്റെയും ജിയോഗ്രഫിയുടെയും എല്ലാത്തിൻ്റെയും സെപ്പറേറ്റ് എന്തെയും വീഡിയോകൾ വരും വഴിയെ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നുണ്ട്. ആ വീഡിയോകളെല്ലാം കൃത്യമായിട്ട് കാണുക, ടഫായിട്ടുള്ള ഭാഗങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക, നിങ്ങൾ പേടിക്കുകയൊന്നും വേണ്ട. സൈലം നിങ്ങളുടെ കൂടെയുണ്ട്. ഞങ്ങളെല്ലാവരും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. പേടിക്കേണ്ട മക്കളെ, നമ്മൾ അടിപൊളിയായിട്ട് പരീക്ഷ എഴുതും. പക്ഷേ പരീക്ഷ എഴുതണമെങ്കിൽ ഞങ്ങളല്ല അവിടെ പോയിട്ട് എഴുതുക, നിങ്ങളാണ് എഴുതുക. നിങ്ങൾ പഠിക്കാൻ തയ്യാറാവണം, നിങ്ങളെ ക്ലാസ്സുകൾ കേൾക്കാൻ തയ്യാറാവണം. സോ അടിപൊളിയായിട്ട് നിങ്ങൾ പഠിക്കടാ, ഞങ്ങളെല്ലാം നിങ്ങളുടെ കൂടെയുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ കേട്ടിട്ട് ചില ആളുകളൊക്കെ പേടിച്ചിട്ടുണ്ടായിരിക്കും. പേടിക്കണ്ട, നമ്മൾ അടിപൊളിയാക്കി ഉഷാറാക്കി മാറ്റുക.